പ്രൈസ് ദി ലോർഡ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെ പുത്രനാണ്, പുത്രനെങ്കിൽ ദൈവഹിതം അനുസരിച്ച് അവകാശിയും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്നും നിങ്ങൾ മക്കളായതുകൊണ്ട് നിങ്ങൾ അവകാശികളുമെന്ന് പറയുന്നു. അതിനർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുഷ്കാലത്ത് ഇനി നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് എനിക്കിത് തരണേ 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 എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അപ്പനായതുകൊണ്ട് നിങ്ങൾ അപ്പനോട് സംസാരിക്കണം. എനിക്കിത് വേണമെന്നല്ല അപ്പനോട് പറയേണ്ടത്. നിങ്ങൾ അപ്പനോട് സ്നേഹത്തിൽ പറ്റിയിരുന്നാൽ മതി. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് അപ്പൻ അറിയാം. അപ്പൻ കൃത്യസമയത്ത് നിങ്ങൾക്കത് തരാൻ തുടങ്ങും. ഇത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാകുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് നാം ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും, ഏത് വിഷയത്തിലൂടെ കടന്നു പോയാലും, നാം എവിടെ ഞെരുക്കപ്പെട്ടാലും നമ്മുടെ പിതാവ് നമ്മളെപ്പറ്റി കരുതുന്നവനാകിയാൽ നമുക്കൊരു പിതാവുണ്ടെന്നും ആ പിതാവ് നമ്മുടെ എല്ലാ കാര്യത്തിലും ശ്രദ്ധാലുവാണെന്നും നമ്മളെപ്പോൾ തിരിച്ചറിയുന്നോ അപ്പം മുതൽ നമ്മുടെ ഹൃദയത്തെ സമാധാനം ഭരിക്കാൻ തുടങ്ങും. ഞാൻ വീണ്ടും പറയട്ടെ, നിങ്ങൾ ദാസനോ ദാസിയോ അല്ല, നിങ്ങൾ മക്കളാകുന്നു. അതായത് ദാസൻ യജമാനൻ കൊടുക്കുന്നത് കാത്തിരിക്കണം. മക്കൾ അപ്പൻ്റെ അടുത്ത് നിന്ന് അവകാശമായി ഏത് സമയം എന്ത് വേണമെങ്കിലും കയറി എടുക്കാനും പറ്റും. ഇന്ന് ദൈവത്തിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ബന്ധം നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവം നമ്മുടെ അപ്പനാകുന്നു. ഗോഡ് ബ്ലസ് യു. ഇന്ന് സന്തോഷത്തോടെ ഇരിക്കുവാൻ നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ശ്രദ്ധാലുവാകുന്നു. ദൈവം നിങ്ങളെ കൂടെയുണ്ട്. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.